ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ മറ്റൊരു കഥയായിട്ടാണ് വന്നത്. ഇത് കഥയല്ല, ഇത് നടന്നൊരു സംഭവമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ വരും, ക്ഷമിക്കുക. ഈ സംഭവം നടന്നിട്ട് ഒരു 35 വർഷമെങ്കിലും ആയി കാണും. അവർക്കിപ്പോൾ ഒരു 63 വയസ്സാവും. അവരുടെ പേര് സുലോചന എന്നാണ്. ഈ സുലോചനയുടെ അച്ഛനും അമ്മയ്ക്കും 3-4 പെൺകുട്ടികളാണ്. അതിൽ മൂന്നാമത്തെ പെൺകുട്ടിയാണ് സുലോചന. ഈ സുലോചനയുടെ വീട്ടിൻ്റെ അപ്പുറത്ത് ഒരാൾ ജോലിക്ക് വരും. അയാളുമായി സുലോചന പ്രണയത്തിലാവുന്നു. ഒരു ദിവസം ഈ സുലോചന ഇയാളുമായി സ്ഥലം വിടുകയാണ്. അങ്ങനെ അവരൊരു വാടക വീടെടുത്ത് ആ വാടക വീട്ടിൽ താമസിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സുലോചന അറിയുന്ന ഇദ്ദേഹം 2 കെട്ടിയ ആളാണ്. മൂന്നാമതാണ് ഇയാൾ കല്യാണം കഴിച്ചതെന്ന്. ഇയാളുടെ പേര് രവി എന്നാണ്. ഇങ്ങനെ ആദ്യത്തെ ഭാര്യയിൽ ഒരു കുഞ്ഞുണ്ട്, രണ്ടാമൻ കെട്ടിയതിൽ ഒരു കുഞ്ഞുണ്ട്. എന്തായാലും ആദ്യത്തെ ഭാര്യയും കുഞ്ഞുമായിട്ട് ഇവർ താമസിക്കുന്നിടത്ത് വന്നു. ഭർത്താവ് മൂന്നാമൊരു കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് അവിടെ വന്ന് ഭയങ്കര പ്രശ്നങ്ങളൊക്കെയായി. അങ്ങനെ ആ സ്ത്രീയും അവിടെ കയറി താമസിക്കാൻ തുടങ്ങി. അങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന മൂന്നാമത്തെ ഭാര്യ പറഞ്ഞു, കുഴപ്പമില്ല, അവരും കൂടി ഇവിടെ താമസിക്കട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ താമസം തുടങ്ങി. ഇതിനിടയിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ തങ്ങളിൽ ഭയങ്കര വഴക്കും അടിയായി. ആദ്യത്തെ ഭാര്യ ആ വീട്ടിൽ നിന്നും ഇറങ്ങി അവർ പോയി. ഈ രവി എന്ന് പറയുന്ന ആൾ ഭയങ്കര മദ്യപാനിയാണ്. അങ്ങനെ സുലോചന 2 പെൺകുട്ടികളെ പ്രസവിച്ചു. അങ്ങനെ അവർ ജീവിക്കുകയാണ്. ഇങ്ങനെ എന്നും കുടിച്ചിട്ട് വന്ന് ഈ സുലോചന അടിക്കുകയും ബഹളവും പ്രശ്നവുമാണ്. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ കുഞ്ഞുങ്ങൾ 2 പെൺകുട്ടികളും അങ്ങ് വലുതായി, പഠിക്കാനൊക്കെ വിട്ടു. ആകപ്പാടെ പ്രശ്നം, എന്നും മദ്യപിക്കുക, വന്ന് സുലോചനയെ അടിക്കുക. പിന്നെ അങ്ങനെ ജോലി സ്ഥലത്ത് കറക്റ്റ് 1 മണിക്ക് ആഹാരം കൊണ്ട് കൊടുക്കണം. ആ 1 മണി കഴിഞ്ഞാൽ ചോറ് കൊണ്ട് ചെന്നാൽ സുലോചനയെ ഒത്തിരി അടിക്കും. ആ ചോറ് അങ്ങനെ കഴിക്കത്തില്ല, അടുത്ത് തട്ടിക്കളയും. കറക്റ്റ് 1 മണിക്ക് തന്നെ ആഹാരം കൊണ്ട് കൊടുക്കണം. പൈസ ജോലി ചെയ്താൽ കുടിച്ചിട്ട് ഇത്തിരി എങ്ങാണേ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങേർക്ക് നല്ലതുപോലെ ആഹാരം ഉണ്ടാക്കി കൊടുക്കുക. മക്കളെ കാര്യമൊന്നും അങ്ങേര് നോക്കില്ല. കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം ഇവർ വളരെ കഷ്ടപ്പെട്ടാണ് ഈ സുലോചന ഈ മക്കളെയൊക്കെ വളർത്തിയത്. നല്ലതുപോലെ മദ്യപിച്ചിട്ട് വന്നിട്ട് ആഹാരം ചോദിക്കും. അപ്പോൾ സുലോചന അവിടെ ഇരിക്കുന്ന ആഹാരം എടുത്ത് കൊടുത്താൽ ഈ രവി എന്ന് പറയുന്ന ആൾ പറയും, എനിക്കിപ്പോൾ ഈ ആഹാരം വേണ്ട, എനിക്കിപ്പോൾ കഞ്ഞിയും പയറും വേണം എന്ന് പറയും. അപ്പം കഞ്ഞിയും പയറും അവർ അടുപ്പിലിട്ടാണ്, ഗ്യാസൊന്നുമില്ല, അടുപ്പിലിട്ട് വേവിക്കണം. പയറൊക്കെ വെന്ത് വരാൻ ഒത്തിരി താമസം. എങ്ങനെയെങ്കിലും വേവിച്ച് വരുമ്പോൾ ഒരു 12 മണിയൊക്കെ കഴിയും. അപ്പോൾ ചെല്ലുമ്പോൾ ഇങ്ങനെ കിടന്ന് നല്ല ഉറക്കമാണ്, വിളിച്ചാൽ അടിക്കും. അതുകൊണ്ട് അവർ പിന്നും പോയി കിടക്കും. അങ്ങനെ രാത്രി 12-2 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവർ ഉറങ്ങുന്നത്. കുടിച്ചിട്ട് വന്നാൽ ഇങ്ങനെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല, ഇവരെ ഓട്ടിക്കും, ചീത്ത വിളിക്കും, അടിക്കും. അപ്പോൾ അടുത്ത വീട്ടുകളിലൊക്കെ പോയി പമ്മിയിരിക്കും. ഇങ്ങനെ ഉറങ്ങിയതിന് ശേഷം ഇവർ വന്ന് ആ വീട്ടിൽ കിടക്കും, അല്ലെങ്കിൽ അയലത്തെ വീട്ടിൽ കിടന്ന് ഉറങ്ങി എങ്ങനെയെങ്കിലുമാണ് അവർ നേരം വെളുപ്പിക്കുന്നത്. ഇങ്ങനെ 2 ഭാര്യമാരും ഇങ്ങനെ ഈ സ്വഭാവം കൊണ്ടാണ് ഇങ്ങനെ ഉപേക്ഷിച്ചത്. അത്രയ്ക്ക് കുടിയും അവരെ ഇട്ട് ദ്രോഹിക്കുക, സംശയരോഗം, എങ്ങനെയൊക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു. അതുപോലെ സുലോചനേനെയും ഭയങ്കര സംശയമാണ്, അടിയാണ്, ബഹളമാണ്. ഇവർക്ക് നല്ല ആഹാരങ്ങൾ കഴിക്കണം, അങ്ങനെയൊക്കെയാണ്. ഉച്ചയ്ക്ക് കൊണ്ടുപോകുമ്പം ഇറച്ചിയൊക്കെ വെച്ച് ആഹാരം കൊടുക്കണം. വേല ചെയ്താൽ പൈസ ഇട്ട് കൊടുക്കത്തുമില്ല. ഭയങ്കര കഷ്ടപ്പാടിലാണ് ഈ സ്ത്രീ ജീവിച്ചത്. പിന്നെ 2 പെൺമക്കളുണ്ടായിരുന്നു. അവർക്ക് നല്ലൊരു ജീവിതം വേണം, എങ്ങനെയെങ്കിലും നല്ലൊരുത്തനെ കെട്ടിച്ചു കൊടുക്കും, കുടിയൊന്നും ഇല്ലാത്ത അവരെ പോലെ ആവരുതെന്നൊക്കെ പറഞ്ഞ് എന്തായാലും അവരെല്ലാവരുടെ ചെന്ന് കൈയൊക്കെ നീട്ടി ഈ 2 പെൺകുട്ടികളെയും കല്യാണം കഴിപ്പിച്ചു അയച്ചു. ആ പെൺകുട്ടികൾ ഇപ്പോൾ അവരെ കൂടെയുണ്ട്, എന്നാലും ജീവിതമൊക്കെ നല്ലതാണ്. പിന്നെ ഈ രവി എന്ന് പറയുന്ന ആൾ ഒരു സ്കൂട്ടിയൊക്കെ എടുത്ത്, അപ്പോഴത്തേക്ക് ഭാര്യനെ വിളിക്കും, നീ വാടി പരവൂര് പോവാം. എന്നിട്ട് പരവൂര് പോയിട്ട് ഭാര്യയ്ക്ക് ജ്യൂസൊക്കെ മേടിച്ച് കൊടുത്തിട്ട് പോയി കുപ്പിയും എടുത്ത് മലക്കറിയൊക്കെ മേടിച്ച് ഇദ്ദേഹം വീട്ടിൽ വന്നിരുന്ന് കുടിക്കുന്നു. വെച്ചാൽ അപ്പോൾ വിളിച്ചുകൊണ്ട് പോകണം, ചെക്കിങ് ഉണ്ട്, ഇങ്ങനെ ലൈസൻസ് ഇല്ല, പോലീസ് പിടിച്ച് അകത്തു പോകും. അപ്പോൾ സ്ത്രീകൾ ഇരിക്കുകയാണെങ്കിൽ പോലീസ് ചെക്കിങ് ആവണമെന്ന് പറഞ്ഞ് ഭാര്യയും കൊണ്ടുവന്നു. അങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ ഭാര്യയും കൊണ്ടുപോയി കടയിലൊക്കെ കൊണ്ട് ജ്യൂസും കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും. അങ്ങനെയായിരുന്നു ഇങ്ങേര് ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഇങ്ങേർക്കൊരു വലിയൊരു അസുഖം വന്നു. പിന്നെ കുടിക്കാൻ പാടില്ല. എന്തായാലും ഈ ഭാര്യയും മക്കളും ഇദ്ദേഹത്തെ നല്ലതുപോലെ നോക്കി, വീട്ടുജോലിക്കൊക്കെ പോയി ഭർത്താവിനെ നല്ലതുപോലെ നോക്കി ചികിത്സിച്ചു. അവസാന കാലഘട്ടങ്ങളിൽ ഈ ഭാര്യയോട് അദ്ദേഹത്തിന് സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത തെറ്റ് അങ്ങേർക്ക് അറിയായിരുന്നു. കുടിച്ചിട്ട് വന്ന് ഒരുപാട് ഉപദ്രവിച്ചു. ഒരു സ്ത്രീകൾ നോക്കില്ല, അത്രയ്ക്ക് രാത്രി ഉറങ്ങാൻ പോലും സമ്മതിക്കാത്ത ഒരു മനുഷ്യനാണ്. ഓട്ടിക്കുക, വെള്ളം അടിച്ചിട്ട്. ഈ മക്കളെ കെട്ടിച്ച് വിട്ട് മക്കൾക്ക് മക്കളായി, വലിയ മക്കളായിട്ട് പോലും ഈ ഭാര്യയെ ഒന്ന് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാൻ സമ്മതിക്കാത്ത മനുഷ്യനാണ്. പെട്ടെന്നൊരു അസുഖം വന്നു. കുറച്ച് നാൾ അവർ നല്ലപോലെ ചികിത്സിച്ച് പിന്നെ അദ്ദേഹം മരിക്കുകയാണ്. ഈ രവി എന്ന് പറയുന്ന ഇദ്ദേഹം ഈ ഭാര്യയോട് ചെയ്ത ദ്രോഹം ഒരിക്കലും സഹിക്കാം. രാത്രി ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല.
ആഹാരം കഴിക്കാൻ സമയം എല്ലാം അടിച്ചുടയ്ക്കും. പക്ഷേ അങ്ങേര് മരിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ അവരെ കണ്ടപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞതാണ്, അദ്ദേഹം മരിച്ചിട്ട് അവർക്ക് വിഷമം സഹിക്കാൻ അവരുടെ അടുത്ത് അവരെ ചേട്ടൻ വരുന്ന പോലെയാണ് തോന്നുന്നത്. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഈ ചേട്ടനെ തന്നെ എനിക്ക് മതിയെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും ദ്രോഹം ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ അവരെന്നോട് പറഞ്ഞ മറുപടിയാണ്, എന്നെ വല്ലപ്പോഴും ഒക്കെ കടയിൽ വിളിച്ചുകൊണ്ട് പോയി ഐസ്ക്രീമും ഷാർജ ജ്യൂസൊക്കെ മേടിച്ച് തരുമെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയുണ്ടോ സ്ത്രീകൾ? ഇങ്ങനെയും ആഗ്രഹിക്കുന്ന സ്ത്രീകൾ കാണും.